സിനിമ മാസ് മീഡിയ അതായിരുന്നു എൻ്റെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മാസ് മീഡിയ എന്നുള്ളതായിരുന്നു സിനിമേനേക്കാളും കൂടുതൽ. ഇപ്പോൾ വിഷ്വൽ മീഡിയയിലൂടെ സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഇപ്പോൾ ഡോക്യുമെൻ്ററി ഫിലിം മേക്കേഴ്സ്, അങ്ങനത്തെ ജോർജ് മൂർ എന്നൊക്കെ പറഞ്ഞ ഡോക്യുമെൻ്ററി ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അങ്ങനെ ഗറില്ല ടൈപ്പ് ഡോക്യുമെൻ്ററി ചെയ്യുന്ന, അപ്പോൾ അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡിലുള്ള അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്താലോ എന്ന് വിചാരിച്ച് സ്റ്റാലിൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞൊരു NGO നടത്തുന്ന ഒരു വ്യക്തിയുണ്ട്. സ്റ്റാലിൻ പദംസി എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. സ്റ്റാലിൻ നടത്തുന്ന NGO വീഡിയോ വോളണ്ടിയേഴ്സിൻ്റെ വർക്ക്ഷോപ്പിൽ ഞാൻ ഗോവയിൽ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ മീഡിയ എക്യുപ്റ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. അതായത് ഇപ്പം ആന്ധ്രയിലെ ഗോദാവരി ഡിസ്ട്രിക്റ്റ് പോലത്തെ വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ട്രൈബൽ ആയിട്ടുള്ള ഏരിയയിലെ പെൺകുട്ടികളൊക്കെ അഡോബ് പ്രീമിയറിൽ എഡിറ്റ് ചെയ്യുന്നു, അവർ PD 170 ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ അതിനോട് ഭയങ്കര ഒരു എന്തെങ്കിലും ആവണമെന്നുണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ പക്ഷേ സംഭവം നടന്നില്ല. ഞാൻ മാസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ജാമ്യയിൽ എക്സാം എഴുതി, ജാമ്യ മില്ലിയയിൽ. പക്ഷെ എനിക്ക് എൻട്രൻസ് അഡ്മിഷൻ കിട്ടിയില്ല. പിന്നെ ആവശ്യമുള്ള ശ്രമം നിർത്തി. നന്നായി അല്ല, ഒരുപക്ഷെ കിട്ടാതെ നന്നായി. അതുകൊണ്ട് ഇവിടെ എത്തി, നമുക്കിങ്ങനെ ഒരു നടനെ കിട്ടി.